1854 ഡിസംബർ 8 9-ാം പിയൂസ് പാപ്പ ഇൻ എഫാബുലസ് ദേവൂസ് എന്ന തിരുവെഴുത്തിലൂടെ മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു. 1858 ജൂലൈ 16 ലൂർദിൽ വിശുദ്ധ ബർണദീത്തായ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് താൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തി. ജന്മപാപത്തിൻ്റെ കറ പുരളാതെ ഭൂമിയിൽ പിറക്കുവാൻ ദൈവം മറിയത്തെ അനുവദിച്ചുവെങ്കിൽ ജന്മം കൊണ്ട് ലഭിച്ച വിശുദ്ധി കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്തുവാൻ അവൾ കൂട്ടാക്കിയില്ല എന്നത് ചിന്തിക്കേണ്ടതാണ്. അമലോത്ഭവം എന്ന ദാനം മറിയത്തിന് മാത്രമായി ദൈവം സമ്മാനിച്ചത് പുത്രനായ ഈശോയുടെ മാതൃസ്ഥാനം അലങ്കരിക്കാനാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമർപ്പണ വചനത്തിലൂടെ മറിയം ദൈവമാതൃത്വം ഏറ്റെടുത്തപ്പോൾ തന്നെ അമലോത്ഭവയായി സൃഷ്ടിച്ചത് വഴിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, അതായത് മറിയത്തിൻ്റെ ജന്മത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുകയായിരുന്നു. നമ്മുടെ ജന്മത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം ജീവിതം കൊണ്ട് പൂർത്തീകരിക്കുവാൻ അമലോത്ഭവയായ പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം.